അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാലറിനെ കാണാൻ പോണേന്. അവിടെ സദ്യ ഉണ്ട്, അതും കഴിച്ചിട്ടേ വരുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് പോണ വഴിയാണത്. കുറച്ച് ദൂരേ ഉള്ളൂ. അവിടെ എത്തിയപ്പം ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പൊങ്കാലയുടെ. കുറേ പൊങ്കാല കലങ്ങളുണ്ടായിരുന്നു ഇവിടെ അത്രയും. അവിടെ ഇരുന്ന് മടുത്തപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ പൂജിക്കാൻ സമയമായപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. പൂജിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് എണീച്ചിരിക്കുന്നത്. പോറ്റി വന്ന് അവിടെ പൂജിക്കായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നായിരുന്നു. പൂജിച്ച് തുളസിയിലൊക്കെ ഇട്ടിട്ടാണ് അവർ പോണത്. പൂജിച്ചൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ബാക്ക് വഴി സദ്യനെ പോയിരുന്നു. സദ്യയില്ല, അന്നദാനങ്ങളെ കഥ. അങ്ങോട്ട് പോണ വഴിയാണിത്. മൊത്തവും വയലാണ്, അപ്പുറത്തും ഇപ്പുറത്തും വയലാണ്. അതുവഴി വേണം പോവാൻ. ഇത് നിങ്ങൾക്ക് അറിയാമോ എന്തോ? ഇതാണ് മുത്തുചെടി. അത് ഇവിടെ അത്രയും കാണാക്കും. പിന്നെ ഇവിടെയാണ് സദ്യ കൊടുക്കണേ. ഇത്ര സ്ഥലമേ ഉള്ളൂ. സദ്യയല്ലെന്ന് പറഞ്ഞില്ലേ, അന്നദാനങ്ങൾ ഇതാണ് കൊടുക്കണത്. പക്ഷേ സദ്യ വിളമ്പി തുടങ്ങിയപ്പം കുറച്ച് കറികളുണ്ടായിരുന്നു. സദ്യയിൽ അത്ര ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം തിന്ന് തീർന്ന് പിന്നെ വീട്ടിലോട്ട് പോവുകയാണ്.